അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മളുള്ളത് എൻ്റെ അനിയത്തിയുടെ വീട്ടിലാണ്. കുറേ ദിവസം വീട്ടിൽ നിന്ന് ബോറടിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ വരുന്ന ഒരേ ഒരു സ്ഥലം എന്താ എൻ്റെ അനിയത്തിയുടെ വീടാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരുവിധം സാധനങ്ങളൊക്കെ കെട്ടിപ്പറക്കിയിട്ടാണ് വന്നത്. അവിടെ ആയാലും ഇവിടെ ആയാലും തിന്നാനും കുടിക്കാനും ഒക്കെ ഉള്ളത് നമ്മൾ തന്നെയല്ലേ. പിന്നെ അനിയൻ പോയിട്ട് കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ എക്സ്ട്രാ വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ അടുക്കി പെറുക്കി വെക്കുവാണ്. ആ കൂട്ടത്തിൽ ഇതാ ഒരു ഫുൾ ചിക്കനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് നമ്മളൊരു ഫൈനൽ ഡിസിഷനിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഇന്ന് കുക്കർ ഷവായ ഉണ്ടാക്കാനാണ് പ്ലാൻ. ലൈഫിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കാൻ പോണത്. എന്താവോ എന്തോ. അങ്ങനെ ഇതാ നമ്മുടെ കുക്കർ മസാല ഷവായൻ്റെ ഓരോരോ പരിപാടികളായിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ ഫുൾ ചിക്കന് നമ്മൾ നീറ്റായിട്ട് തന്നെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഡ്യൂട്ടി ആർക്കും കൊടുക്കാണ്ട് ഇപ്പച്ചെന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. ആളത് അടിപൊളിയായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി തരുന്നുണ്ട്. ഇവിടെ വന്നിട്ടുള്ള ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല എനർജിയിലാണ്. അപ്പോൾ മക്കളൊക്കെ അത് അവിടെ കിടന്ന് കുത്തി മറിയുന്നുണ്ട്. അതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ ഡിസ്റ്റർബ് ചെയ്യലിട്ടാ. ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ അതിലോട്ടുള്ള മസാലയും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. ആ ഒരു ഡ്യൂട്ടി എനിക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് തന്നെ അതിന് വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. ആ ഒരു ടൈം കൊണ്ട് തന്നെ അനിയത്തി ഇവിടെ മുസംബി ജ്യൂസൊക്കെ സെറ്റ് ആക്കിയിട്ട് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ അതും മോന്തുന്നുണ്ട്. ഇത് തുറക്കാൻ കിട്ടണില്ല. ഈ ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കി നോക്കിയപ്പോഴാണ് ഇത് ഇത്രയും സിമ്പിളായിരുന്നു എന്ന് മനസ്സിലായത്. ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട, നമ്മളെടുത്തുള്ള ഐറ്റംസ് ഒക്കെ തന്നെയാണ് നമ്മളിതിൽ ആഡ് ചെയ്യുന്നത്. അങ്ങനെ അതിലോട്ട് ആവശ്യമായിട്ടുള്ള മല്ലിയില, തക്കാളി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കിയതിന് ശേഷം ഇതൊരു ജാറിലോട്ട് മാറ്റി കൊടുക്കുവാണ്. ഇനി ഇതിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ്, അതായത് കുറച്ച് മസാല പൗഡറുകൾ കൂടെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കിന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ശരിക്കും ഇതിലോട്ടുണ്ടല്ലോ നമ്മൾ മുളക് പൊടി അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. പകരം നമ്മുടെ കാശ്മീരി ചില്ലി ഉണ്ടല്ലോ, അത് വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്ത് അതാണ് ഈ ഒരു കൂട്ടത്തിൽ നമ്മൾ അരച്ചെടുക്കേണ്ടത്. ആ ഒരു മുളക് നമ്മളെ കയ്യിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ അതിന്റെ പൗഡർ വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം നമ്മൾ ഇതൊട്ടും പ്രീ പ്ലാൻ ചെയ്തിട്ടല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മളെ കയ്യിൽ എടുത്തു വെച്ചിട്ടില്ല. ഉള്ളതൊക്കെ ഇട്ടിട്ട് അങ്ങ് പെട്ടെന്ന് തട്ടിക്കൂട്ടിയിട്ടുള്ള ഒരു മസാല ഷവായാണ് കേട്ടോ. സോ നമ്മൾ പൗഡറുകളൊക്കെ ഓരോന്നായിട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, പിന്നെ ഗരം മസാല, കുരുമുളക് പൊടി ഇതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങയുടെ ആ ഒരു നീരുണ്ടല്ലോ, അത് വേണമെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താലും മതി. അങ്ങനെ നമ്മുടെ സകലമാന സംഭവങ്ങളും നമ്മളിത് അവിടെ ജാറിനകത്തോട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതെല്ലാം പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക എന്നുള്ളതാണ്. കണ്ണട വെച്ചു വാ. ഡാഡിനെ വിളിക്കൂ. നിഷു, പസിനെ വിളിച്ചാ. പസിനെ വിളിക്കൂ. ഇത് പൊട്ടിത്തരാൻ വരൂ. അങ്ങനെ ഇതിലോട്ടുള്ള മസാലയും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് അത് എൻ്റെ ഡ്യൂട്ടി അല്ല, എൻ്റെ ഉപ്പൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ആളിത് മസാലയൊക്കെ തേച്ച് നല്ല അടിപൊളിയാക്കി സെറ്റാക്കി തരുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ഷവായ ഉണ്ടല്ലോ, ഇത് ആ ഒരു കറക്റ്റ് ടേസ്റ്റിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ മസാലയും കാര്യങ്ങളൊക്കെ പിടിക്കണം കേട്ടോ. സോ നമ്മൾ മസാല പുരട്ടണീൻ്റെ മുന്നേ തന്നെ ഒരു കാര്യം കൂടെ ചെയ്യാണ്ടായിരുന്നു. അത് നമ്മൾ വിട്ടുപോയതാണ്. കാരണം എന്തെങ്കിലുമൊക്കെ ഒരു ഫോർക്കോ അല്ലെങ്കിൽ കത്തിയോ പപ്പടക്കോലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ
വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കണം കേട്ടോ. കുത്തി ഓവർ ആക്കരുത്, ഒരു പാകത്തിലൊക്കെ ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം വിട്ടുപോയതായിരുന്നേ. അങ്ങനെ നമ്മൾ അതും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതാ മസാലയൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ട് സെറ്റായിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കണുണ്ട്. മസാലയൊക്കെ പുരട്ടി ഏകദേശം ഒരു 2-3 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം കേട്ടോ, എന്നാൽ ഇത് നന്നായിട്ട് പിടിച്ചിറങ്ങുള്ളേ. ബട്ട് നമുക്ക് അത്രയും സമയമൊന്നും നമ്മളെ കയ്യിലില്ല. കാരണം അനിയൻ സാധനങ്ങൾ കൊണ്ടുവന്നപ്പോൾ തന്നെ ഏകദേശം 8 മണി 9 മണി ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ കിടക്കാനായില്ലേ, ഞങ്ങളൊക്കെ ഇവിടെ നേരത്തെ കാലത്ത് കിടന്നുറങ്ങുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സംഭവമാകണം. ആക്ച്വലി ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു 3/4 മണിക്കൂർ മാത്രമേ ഇത് വെച്ചിട്ടുള്ളൂ. അങ്ങനെ ഞാൻ പറഞ്ഞ ആ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് കുക്കറിനകത്തോട്ട് മാറ്റി കൊടുക്കണുണ്ട്. ഇനി അടുത്ത പരിപാടികളൊക്കെ അരങ്ങേറാൻ പോകുന്നത് ഈ ഒരു കുക്കറിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുക്കറിനകത്തോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ബാലൻസ് വരുന്ന ആ ഒരു മിക്സ് ഉണ്ടല്ലോ, നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മസാല, അതും കൂടെ ഇതിലോട്ട് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ അങ്ങ് മിക്സായി വെന്ത് വരുമ്പോഴേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. സോ നമുക്കിത് 3 വിസിലാണ് മൊത്തത്തിൽ വേണ്ടത്. ഇത് 3ഉം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടല്ല കേട്ടോ ആക്കേണ്ടത്. ഫസ്റ്റ് വിസിൽ മാത്രം ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. സെക്കൻഡ് വൺ ആൻഡ് തേർഡ് വൺ നമുക്ക് സിമ്മിലിട്ടിട്ടാണ് ആക്കിയെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളിത് ജസ്റ്റ് ഒന്ന് പിടിച്ചങ്ങ് തിരിച്ചപ്പോഴേക്ക് അതിൻ്റെ ഉടൽ വേറെയും കാല് വേറെ ആയി മാറിയിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു ഫുൾ ചിക്കൻ അങ്ങ് സെറ്റാക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. ഇറ്റ്സ് ഓക്കെ, അതങ്ങ് പാളി പോയിട്ടുണ്ട് നൈസായിട്ട്. എന്നാൽ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ, അതെന്നെ സമാധാനമാണ്. പിന്നെ നമ്മൾ അതിനൊരു പാനിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് ഫ്രൈ ആക്കണില്ല, ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ അത്ര മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് സൈഡായിട്ട് കുറച്ച് വലിയുള്ളിയും അതേപോലെ തന്നെ ചെറുനാരങ്ങയും കൂടെ അവളങ്ങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുക്കർ മസാല ഷവായൻ്റെ ലാസ്റ്റ് പ്രോസസ്സാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കുക്കറിനകത്ത് ഇത് വേവിച്ചപ്പോഴുള്ള ആ ഒരു വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതും കൂടെ ഇതിനകത്തോട്ട് അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വറ്റിച്ച് കുറുക്കി അങ്ങ് എടുക്കുക. അതായത് ഒരു ഗ്രേവി രൂപത്തിൽ അങ്ങ് എത്തിപ്പെടണം. ഇതുപോലെ ഇതിപ്പോൾ ഏകദേശമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ആക്ച്വലി ഇങ്ങനെ വിട്ടു പോകുന്നതുകൊണ്ട്, അദ്ദേഹം പറഞ്ഞല്ലോ ചിക്കൻ ഇങ്ങനെ ഉടലും തലയൊക്കെ ആയിട്ട് കാലൊക്കെ ആയിട്ട് ഇങ്ങനെ മാറി വന്നിട്ടുണ്ട് എന്ന്. സോ അതിങ്ങനെ വിട്ടു പോകുന്നത് ഒരു കണക്കിന് ഉപകാരമായി. അതുകൊണ്ട് തന്നെ മസാലയൊക്കെ നന്നായിട്ട് തന്നെ എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നല്ലോണം വെന്ത് കിട്ടുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതൊരു വാഴയിലയിലോട്ടാണ് മാറ്റിയെടുക്കുന്നത്. അതായത് പാത്രത്തിൽ നിന്ന് ഡയറക്റ്റ് വാഴയിലേക്ക് അങ്ങ് മാറ്റുവാണ്. നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടം കേട്ടോ ഇതുപോലെ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഒരു പാത്രത്തിൽ നിന്നൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് നമ്മൾ വാഴയിലയിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അനിയൻ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. അതായത് നമ്മുടെ വലിയുള്ളിയും ചെറുനാരങ്ങയൊക്കെ കേട്ടോ. ക്യാരറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്താൽ പൊളിയായേനെ. ബട്ട് നമ്മളിത് ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്നുണ്ടായ ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ്. അതുകൊണ്ട് മയോണൈസോ ടൊമാറ്റോ സോസോ ഒന്നും തന്നെ ഇല്ല, എന്നാലും അടിപൊളിയായിരുന്നു. പിന്നെ സൈഡായിട്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കണം എന്നൊക്കെയാണ് വിചാരിച്ചത്. ബട്ട് ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ബ്രെഡിൽ ഒതുക്കിയിട്ടോ. എനിവേ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഹോം മെയ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല മനസ്സമാധാനത്തോട് കൂടിയിട്ട് തന്നെ കഴിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ടല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആയി എന്ന് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഫീഡ്ബാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സജഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി എന്നെ അറിയിക്കുക കേട്ടോ. പിന്നെ നമ്മളൊരു Q&A പ്ലാൻ ചെയ്യുന്ന കാര്യം നിങ്ങൾ ഓൾറെഡി അറിയിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മളോട് ചോദിക്കാണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിനകത്ത് ചെന്ന് ചോദിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്.